എനിക്കറിയില്ല നല്ലതാണോ ചെയ്തോ, എല്ലാവരും ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വല്ലാണ്ട് അതിനെ ഉപമിക്കുന്നുണ്ട്. ദൃശ്യം പോലത്തെ സിനിമയാണ്, സെക്കൻഡ് ഹാഫിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകാമെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ദൃശ്യം പോലൊരു സിനിമ ഉണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത്. പറവൂർ വഴി ഇങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു മതിൽമേ ചാരി ഒരു കാറും നോക്കി നിൽക്കുന്നൊരു ഒരു 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 ചിത്രം കണ്ടു. അതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ മുമ്പും പിൻപും ഒക്കെ ആലോചിക്കുന്നത്. ഞാൻ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ ലാലേട്ടനെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തൊരു മതിലുമേൽ താടിക്ക് കയ്യും വെച്ച് ഒരാൾ ഒരു കാറും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സീൻ ഷൂട്ട് ചെയ്ത് അതിപ്പം സിനിമയിലുണ്ട്. ഫീൽ ഗുഡ് അല്ല ആ സിനിമ, എല്ലാവരും ഇങ്ങനെ ഫീൽ ഗുഡാണ് മറ്റതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ ഉൾക്കൊണ്ടതും ഞാനതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ശോഭനയെ കാസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് വട്ടം സിനിമയ്ക്ക് നല്ലത് തന്നെയല്ലേ, ആ ക്യാരക്ടർ ശോഭനയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതില്ലേ എന്ന് പറയുന്നൊരു ഡിസ്കഷൻസ് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അറ്റൻഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തു എന്നോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളെവിടെ പോയാലും ഒരു മോഹൻലാൽ സിനിമയുടെ ഡയറക്ടർ എന്നുള്ളൊരു അത് കാരണം അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഓറ നമ്മളിലേക്കും വരും. തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പ്ലസ് സാറിന് വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പ്ലസ് സാറിൻ്റെ വീട്ടിലോട്ട് നിരന്തരം ഫോൺ ചെയ്യും. 2016 വരെയൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ അഭിനയിച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് സംവിധായകരെ പോയി കണ്ട് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകൾ അയച്ച് നടന്ന വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ഞാൻ. ഇപ്പം 2011 ഇറങ്ങിയ സിനിമാ കമ്പനികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫ്ലിക്കായിട്ട് ഞാനിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊക്കെ പോണ കാണാം. എൻ്റെ കൂടെ നിന്നവർ എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ വൈഫൊക്കെ ഇത് മറ്റേ ആൾ അനുകരിക്കുക കേട്ടോ, ഇന്ന നടന്നുള്ളത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യുണീക്കായിട്ടൊരു ആക്ടിങ് സ്കില്ലില്ല. ഇപ്പം എൻ്റെ വൈഫ് ക്യാരിയിങ് ആണ്. 6 മാസം 7 മാസം മാസത്തിൽ നിന്ന് പ്രഗ്നൻസി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഉള്ളിലേക്ക് പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുവാണെന്ന് പറയുന്നത്. നിൽക്കുന്ന അവളുടെ മുഖത്തൊക്കെ. അപ്പം എൻ്റെ വൈഫ് എന്താ പറയുക, അപ്പം ഫാമിലി വൈസ് നല്ല രീതിയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ ആ സമയങ്ങളൊന്നും എനിക്കൊരു നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതെല്ലാം വരുമെന്ന് പറയുന്നൊരു ഹോപ്പിൽ അവരെല്ലാം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില ഫംഗ്ഷൻസിന് പോകുമ്പോഴോ നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളെ ചില സമയങ്ങളിൽ വല്ലാണ്ട് ഒറ്റപ്പെടുത്താറുണ്ട്, കുത്തുവാക്ക് കേൾക്കാറുണ്ട്. അപ്പോഴുമൊക്കെ ഇവള് നിന്നിട്ടാണ് പറയാറ് അത് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണം. A man's worth is no greater than the worth of his ambitions. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എനിക്കൊപ്പമുള്ളത് തരുൺ മൂർത്തിയാണ്. മോഹൻലാൽ ആരാധകരുടെ ഒരു ആരാധനാമൂർത്തിയായിട്ടാണ് താങ്കളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തുടരുമിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ, ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണല്ലോ. എല്ലാ കാര്യങ്ങളിലും എല്ലാ ഡേയിലും സന്തോഷിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ വേണം. പോസിറ്റീവ് ആൻഡ് ഹാപ്പി. ഇപ്പം തരുൺ മൂർത്തി എന്ന ഒരു സിനിമാക്കാരനോട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്, അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരു മിറാക്കുലസ് മാജിക്കൽ സക്സസ് ഫോർമുല ഒരു സിനിമയ്ക്കുണ്ടോ? തരുൺ മൂർത്തിയുടെ വാക്കുകളിൽ ഒരു ഹിറ്റ് സിനിമയ്ക്കുള്ള ചേരുവകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സിനിമയെ അങ്ങനെ ആക്കുന്നത്? ഇല്ല, ഇന്ന ഫോർമുലയിൽ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ വർക്കൗട്ട് ആവുമെന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ചില രസക്കൂടുകൾ ഇപ്പം ഞാനെപ്പോഴും സിനിമ ചെയ്യുന്ന സമയത്ത് അല്ല എഴുതുന്ന സമയത്ത് എൻ്റെ സിനിമയുടെ ഒരു സീനിൽ 5 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒരു 6ാമത്തെ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറും കൂടി ഉണ്ടാവും. അത് ഓഡിയൻ്റാണ്. അത് ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും അതിനെ തൃപ്തിപ്പെടുത്തുന്നത്, ആ സീനിൻ്റെ ലോജിക്ക്, ആ സീനിൻ്റെ ഹ്യൂമറുകൾ അല്ലെങ്കിൽ അവിടുത്തെ രസച്ചരട് ഒക്കെ വളരെ ഇൻവിസിബിളായിട്ട് ഓരോ സീനിലും ഞാൻ എന്നെ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയണം, നമ്മൾ എല്ലാ സീൻ എഴുതുമ്പോഴും 5 കഥാപാത്രം ഉണ്ടെങ്കിൽ 6ാമതൊരു കഥാപാത്രം കൂടി ആ സീനിൽ ഇൻവിസിബിളായിട്ട് വെച്ചിരിക്കണം. അത് പ്രേക്ഷകനായിരിക്കണം. അത് ചിലത് വർക്കൗട്ടായി വരുമ്പോൾ ഒരിക്കലും ട്രെൻഡിനെ ഫോളോ ചെയ്യരുതെന്ന് ഉള്ളൊരു ഇതാണ് ട്രെൻഡ്, ഇതിൻ്റെ പിന്നാലെ പോകാൻ നമ്മുടെ ഇടയ്ക്കിലൊക്കെ സിനിമ നിർമ്മിക്കാനും അല്ലെങ്കിൽ കഥ പറയാനും ഒക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ പറയും ചേട്ടാ ഇതാണ് ട്രെൻഡ്,
ഈ ട്രെൻഡ് നമ്മളിപ്പം ഇറങ്ങിയ സിനിമയുടെ ആ ട്രെൻഡിലാണ്, അതൊക്കെ ഞാൻ അപ്പോഴേ കട്ട് ചെയ്ത് വിടാണ്. നമ്മൾ ട്രെൻഡ് ഉണ്ടാക്കാൻ നോക്കുക, ആ ട്രെൻഡ് സെറ്റർ ആകുക, അല്ലെങ്കിൽ ട്രെൻഡ് ഫോളോവർ ആകാണ്ടിരിക്കുക, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഇന്ന ഫോർമുല വെച്ചിട്ടൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ വർക്കൗട്ട് ആവുമെന്ന് ഒരു കാലത്തും പറയാൻ പറ്റില്ല. ശരിയാണ്, താങ്കൾ ട്രെൻഡ് മേക്കർ തന്നെയാണ്. അത് ആ ഒരു ചിന്തയിൽ നിന്ന് കൂടി ആയിരിക്കണം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. തുടരുവിനെ കുറിച്ച് തുടർന്നും എനിക്ക് ചോദ്യങ്ങളുണ്ടെങ്കിലും ആദ്യം തന്നെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു വലിയ കാസ്റ്റ് വെച്ചിട്ടാണ് ജാവ ആ സിനിമയിലേക്ക് നിങ്ങൾ വരുന്നത്. ആ സമയത്ത് അത്രയധികം ആളുകൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഇവൻ ഈ വണ്ടി ഓടിച്ചോളും എന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾക്ക് വാക്ക് തരുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത്രയും പേർക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിച്ചത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു മിറാക്കിൾ തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ 2017 സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് സിനിമ ഡയറക്ഷനെ പറ്റി ആലോചിക്കുന്നത്. അതിന് മുമ്പൊക്കെ വരെയൊക്കെ ഞാൻ അഭിനയിക്കാൻ നടന്നിരുന്ന ഓഡീഷൻ, ഞാൻ അങ്ങനെ എനിക്ക് ലുക്മാനെയൊക്കെ പരിചയം. അപ്പം എനിക്കങ്ങനെ നമ്മൾ പറയുമല്ലോ, ഞാൻ ഡയറക്ടറാകാൻ വേണ്ടി ജീവൻ അങ്ങനെ പഠിച്ചു വന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡേയിലും ഞാൻ സിനിമകൾ കണ്ട് ഡയറക്ടർ നോട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരാളെ അല്ല ഞാൻ. 2016 വരെയൊക്കെ ഷോർട്ട് ഫിലിംസൊക്കെ അഭിനയിച്ച് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് സംവിധായകരെ പോയി കണ്ട് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകൾ അയച്ച് നടന്ന വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ഞാൻ. അപ്പം 2011 ആണെങ്കിൽ സിനിമാ കമ്പനികളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഫ്ലിക്കായിട്ട് ഞാനിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊക്കെ പോണ കാണാം. അപ്പം ഞാനൊക്കെ ഈ സ്കൂൾ നാടകവും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ പുറത്താണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ അഭിനയിക്കാനുള്ള ഈ ആഗ്രഹം അല്ലെങ്കിൽ ത്വര എന്ന് പറയുന്നതിന് ഒരു കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരക്കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സംവിധായകരെ പോയി ആ സിനിമ ഓണാക്കിയാൽ എൻ്റെ തിരക്കഥയാണല്ലോ, അപ്പോൾ എനിക്കൊരു വേഷം ചോദിച്ച് മേടിക്കാലോ എന്ന് പറയുന്നതായിരുന്നു മനസ്സിലെ ആഗ്രഹം. അങ്ങനെ അപ്പോൾ തിരക്കഥാകൃത്തായി ഓട്ടോമാറ്റിക്, അറിഞ്ഞോ അറിയാതെയോ തിരക്കഥാകൃത്തം എന്നൊരു ലേബൽ വന്നു വീണു. കാരണം പല സംവിധായകരുടെ അടുക്കലും ഒക്കെ ഡിസ്കഷനും ഷൈജോക്കയുടെ അടുക്കയിൽ അല്ലെങ്കിൽ സമീറൊക്കെ അടുക്കയിൽ മമ്മാസിൻ്റെ അടുക്കയിൽ അങ്ങനെ ഒരുപാട് സംവിധായകരുടെ അടുക്കലൊക്കെ ആ സമയങ്ങളിൽ തിരക്കഥാ ഡിസ്കഷനൊക്കെ ഞാൻ പോയിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാൾ കോളേജിൽ പഠിപ്പിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിലിരിക്കണവനെയും ഫ്രണ്ട് ബെഞ്ചിലിരിക്കണവനെയും ഒരേപോലെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കുറേ 10-12 വർഷത്തെ സിനിമയ്ക്ക് പിന്നാലെയുള്ള അല്ലെങ്കിൽ ലൈഫിൻ്റെ ജേണീസിനെല്ലാം അടയാളപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു സംവിധാനം ആയിക്കൂടാ എന്ന് അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. 80% കാസ്റ്റിംഗ് വർക്കൗട്ടാണെങ്കിൽ സിനിമ വർക്കൗട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്രൈം സിനിമകളിലൊക്കെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് നിറച്ച് വെച്ചേക്കണം. തരുൺ മൂർത്തിയുടെ ഭിത്തിയിൽ ഒരു വള്ളി അങ്ങോട്ടും ഒരു ചരട് ഇങ്ങോട്ടും. അങ്ങനെ തന്നെയാണ്. ഇപ്പം തുടരും അങ്ങനെ തന്നെയാണ്. ഞാൻ തുടരും ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന റൂമിൽ ഇവരിങ്ങനെ ഒരു വലിയ ഗ്ലാസ് ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പം അത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറ്റും, ഇവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ എത്രയോ ആളുകളുടെ അഭിനയിക്കാനുള്ള സാധ്യതകളൊക്കെ എൻ്റെ ചില സമയത്ത് തോന്നലിലൊക്കെ മാറിപ്പോകാറുണ്ട്. ചിലർ ഒന്നുമില്ലായ്മയെന്ന് ചില ആളുകൾ വന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ ഒരു തരുൺ മൂർത്തി രാവിലെ എഴുന്നേറ്റിട്ട് മനസ്സിവൻ ഓർഡറിലാണ് ഒരാളുടെ ജീവിതത്തിന് അഭിനയ ഭാവി എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇനിയിപ്പം സിനിമയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടക്കാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടു നിൽക്കുന്നവനുണ്ടായിരിക്കും, അവൻ ഈ പ്രശ്നത്തിലുമില്ല, അവൻ നമ്മളെ സഹായിച്ചിട്ടുമില്ല. പക്ഷെ ഇത് ഒന്ന് പുറത്തറിയുന്നത് പലപ്പോഴും ഈവൻ പറയുന്നത് വെച്ചിട്ടായിരിക്കും. അവൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ പ്രശ്നത്തിൽ നിന്നേന്നും അവനെ സഹായിച്ചാൽ തോന്നിപ്പോകുമായിരിക്കും. ഏകദേശം ഇതുപോലെയാണ് താങ്കളുടെ സിനിമകളെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇപ്പം ആദ്യത്തെ സിനിമ അതെ ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവും. അപ്പം ആദ്യത്തെ സിനിമയായ ജാവ ശരിക്കും പ്രേമത്തിൻ്റെ സെൻസർ കോപ്പി ലീക്ക്, അതിൽ നിന്ന് നിങ്ങളത് കാണുന്നു, നിങ്ങൾ ആ സിനിമ എടുക്കുന്നു. രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് കണ്ട് അതിൽ നിന്നാണ് നിങ്ങൾ രണ്ടാമത്തെ സിനിമ എടുക്കുന്നത്. അപ്പം ഈ സിനിമകളിലേക്ക് വരുമ്പോൾ ഒരുപാട് റിയൽ ലൈഫ് സംഭവങ്ങളെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ എടുക്കുന്നത്, അത് കണക്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഇത്തരം ഇൻസിഡൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണോ, റിയൽ ലൈഫ് ഇൻസിഡൻസ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പറയണം, ആർ യു എ ട്രിക്കി റൈറ്റർ? കാരണം ഇത് പ്ലേസ്ഡ് ആവണം കറക്റ്റായിട്ട്. സോ ഇതാണ് എനിക്കറിയേണ്ടത്. അല്ല, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുള്ളൊരു കാര്യം കഥ പറയുന്നതിന് ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക, പ്രേക്ഷകനൊരു കൗതുകം ഉണ്ടാക്കാൻ പറ്റും. ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്നെ
അന്ന് അതൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ജാവയുടെ ഏറ്റവും ആ സിനിമ ഉണ്ടാകാനുള്ള കാരണം തന്നെ പ്രേമം സെൻസർ കോപ്പി ലീക്കാണ്. അതുണ്ടായൊരു കഥ ഞാൻ പറയാം. അപ്പോൾ ഈ പ്രേമം സെൻസർ കോപ്പി ലീക്ക് ഞാൻ ഷൈജൂക്കയുടെയും സമീറക്കയുടെയൊക്കെ അടുക്കൽ വേറെ സബ്ജക്റ്റുകളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ കയറി ഇറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന അൻവറിക്കയുടെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ഈ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ പ്രേമം സെൻസർ കോപ്പിയുടെ ഭയങ്കര ലീക്കിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം എന്നെ ഒരു ദിവസം സമീറക്കയാണ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്. ഇത് തരുൺ നമ്മുടെ സിനിമ ചെയ്യുന്ന ഒരു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം എന്നെ ഇങ്ങനെ ആ ബേസിലൊന്ന് പരിചയപ്പെട്ടു. അപ്പം സമീറൊക്കെ ചോദിക്കണം എന്തായാടോ കാര്യങ്ങൾ ഈ പറയുന്നത്, എന്താണ് അവർ പറയുന്നത് വല്ലതും. അപ്പോൾ ആണ് അൻവർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ അടുക്കെ മനസ്സിലാക്കണം, ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യവും നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഡെയിലി വരുന്നു, അതെടുത്തുകൊണ്ട് പോകുന്നു, ഇതെടുത്തുകൊണ്ട് പോകുന്നു, ആകെപ്പെട്ട അവസ്ഥയാടോ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് ഷൈജൂക്കയാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്, എടോ ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പം ശരിയാണ്, ഇതിലൊരു സിനിമയുണ്ടല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഈ പ്രേമം സെൻസർ കോപ്പ് അപ്പോൾ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്, അവരെ പറ്റി അന്വേഷണം പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ ജെന്യൂനായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അൻവർക്ക് പറഞ്ഞത് കണ്ടുപിടിച്ച 2 പയ്യന്മാർ ഈ പറയുന്ന കലൂരോ കടവന്ത്ര ഭാഗത്ത് എവിടെ ഒരു ഓഫീസ്, അവന്മാരാണ് ഇതിന് മൊത്തം പോലീസിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞ സുഹൃത്ത്. അപ്പോൾ അവനാണ് അന്ന് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവരെ കണ്ടുപിട്ട് അവൻ ഈ മൊബൈൽ വെച്ചിട്ട് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ അവിടെ നിന്ന് ഒരാളുടെ ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു പൂവിൻ്റെ പടം കിട്ടി, ആ പൂവിൻ്റെ കടം വെച്ചിട്ട് ഞങ്ങൾ വേറെ ഫേസ്ബുക്കിൽ വേറെ ഫോട്ടോസ് ചെയ്യുമ്പോൾ വേറൊരാളുടെ കയ്യിൽ ഈ സെയിം ഫോട്ടോ കണ്ടു, അങ്ങനെയാണ്. അതാണ് നമ്മൾ പട്ടിയുടെ ഫോട്ടോ വെച്ച് ചെയ്തത്. അങ്ങനെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ കണ്ടന്റ് അവർ നമുക്ക് തന്നു. അപ്പം സിനിമ ഇനി നമ്മളിത് വെറുതെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് പോയാൽ മതി. അപ്പോൾ ഇതായിരുന്നു ഒരു ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ നിങ്ങളാദ്യം ചോദിച്ചില്ല എങ്ങനെ ഇത് സംഭവിച്ചു, ഏതാളെടുക്കെ പറയുമ്പോഴും ഉള്ള എക്സൈറ്റിംഗ് ഫാക്ടർ ഇതായിരുന്നു. ഒരു പ്രേമം സെൻസർ കോപ്പി ലീക്ക് കണ്ടുപിടിച്ചതാണ് എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാൻ പലരും തയ്യാറായിരുന്നു. അപ്പോൾ അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഓപ്പറേഷൻ ജാവ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും ആളുകൾ ഞാൻ പറഞ്ഞ 40 മിനിറ്റ് വിശ്വസിച്ചു. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഫ്ലൂക്ക് കഥകളാണ്. പിന്നെ അല്ല ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മാളുകളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന നമ്മുടെ ഡാറ്റാസ് ലീക്ക് ആവുന്നു എന്ന് പറയുന്നതും അതൊരു അതിശയോക്തിയാണ്. അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നമ്മുടെ ഫുഡ് ആപ്പിൽ നിന്ന് നമ്മൾക്ക് ഒരു കില്ലർ നമ്മുടെ വീട്ടിലെത്തുമെന്ന് പറയുന്നത് സംഭവിക്കാം. അപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊക്കെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ, ഞാൻ ആ ന്യൂസ് എടുത്തിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ഫിക്ഷണൽ എലിമെൻറ്റ് കയറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ ആളുകൾ ഇതൊക്കെ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞ പ്രേമം സെൻസർ കോപ്പി ലീക്കിൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഷനാണ്. അപ്പോൾ ഇത് എനിക്ക് ആദ്യം ധൈര്യം തന്നത് ഇത് ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് മാറുള്ളൂ. കാരണം ഇവിടെ സൈബർ റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സെൻസർ കോപ്പിയുടെ ലീക്ക് കണ്ടൻറ്റ് മൊത്തം നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷൈജു ഖാലിദാണ്. പക്ഷെ അത് പിന്നീട് നമ്മളത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഓൾറെഡി ആക്ഷൻ ഹീറോ ബിജു സംഭവിച്ചു. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് സ്റ്റേഷൻ അവർ കൃത്യമായിട്ട് കാണിച്ചു. അപ്പം ഓഫ് കോഴ്സ് ഒരു ഫിലിം മേക്കർ എന്നുണ്ടെങ്കിൽ ഷൈജുക്കയുടെ ഒക്കെ അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് പോയി. അത് വന്നില്ലടോ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്താൽ അത് കോപ്പി അടിച്ചാന്നല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. ഇത് പ്രേമം സെൻസർ കോപ്പി ലീക്കിന് ഇവിടെ ഞെട്ടിക്കാനുള്ള കൊണ്ടുവന്ന് ഞാനിത് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ഉള്ളവരെല്ലാ സിനിമ ഒന്ന് കാണും. ഇപ്പം ഞാനൊരു പുതിയ ആൾ എന്ന രീതിയിൽ പ്രേമം സെൻസർ കോപ്പി ലീക്കിനെ പറ്റി ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് സിനിമ വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുള്ള ഏതാളും അതെന്താണെന്ന് അറിയാൻ വേണ്ടി വരും. അത് ഇൻഡസ്ട്രിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ എക്സൈറ്റ് കഴിഞ്ഞാൽ ജനങ്ങൾ വരും എന്നൊക്കെ പറയുന്നതൊക്കെയാണ് എൻ്റെ അന്നത്തെ തോട്ടുകൾ. അപ്പം ഓഫ് കോഴ്സ് എൻ്റെ അനുവാദം വാങ്ങുന്ന അൽഫോൺസിൻ്റെ നിന്നും അനുവാദം വാങ്ങണം, അൻവറിക്കയുടെ നിന്ന് അനുവാദം വാങ്ങണം. ഞാൻ അൽഫോൺസിന് മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് അൻഫോൺ അന്ന് വേറെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. പക്ഷേ എൻ്റെ ഒതൻറ്റിക്കായിട്ട് വാങ്ങേണ്ട ആൾ അൻവറിക്കയാണ്. ഇപ്പം എന്നെ ഭയങ്കര നല്ലൊരു മെൻറ്ററാണ്, സുഹൃത്താണ്. അപ്പോൾ ഞാൻ അൻവറിക്കനെ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അൻവറിക്ക ആകെ എൻ്റെ അടുക്കെ പറഞ്ഞത് സത്യം പോലെ പറയണം. അതിൻ്റെ അകത്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരെയോ പ്രീതിപ്പെടുത്താനോ ഒന്നും പോലെ, എന്താണോ നീ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നു അതേപോലെ പറയുവാണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
പക്ഷെ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇത് പറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് എനിക്ക് അൻവർ ഖാൻ അത്ര ബന്ധമില്ല. പക്ഷെ അൻവർ ഖാൻ സിനിമ റിലീസായ അന്ന് വേറെ ഏതോ തിരക്കിലാണ്. ഈ സിനിമയിൽ ഇവനത് കൃത്യമായിട്ടാണോ പറഞ്ഞതെന്നറിയാൻ വേണ്ടി ഷേണായസിൽ ഓടിപ്പോയി ഇത് കണ്ട് എന്നെ അന്ന് വിളിച്ച് താങ്ക് യു എന്ന് പറയാം. കാരണം ഇത് ഒരുപാട് ആളുകൾ പല രീതിയിൽ പുള്ളിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ആളുകൾ പല ഫാൾസ് ന്യൂസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചെന്നൊരു ക്ലാരിറ്റി, ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുഫിഷൻ പോലെ നീ പറഞ്ഞതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറഞ്ഞു. പിന്നെ സിനിമേനെ പറ്റി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര അത് കാരണം അത് അങ്ങനെയും പറയാൻ പറ്റുമല്ലോ ഒരു സിനിമ എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. അപ്പം ഈ റിയൽ ഇൻസിഡൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്നാണ് തുടങ്ങണം. അപ്പം പിന്നീട് ഈ പറയുന്ന അടുത്ത സിനിമയിലോട്ട് പോകുമ്പോഴും ആ പത്രവാർത്ത ഭയങ്കര കൗതുകമായിരുന്നു. ഓലമുടലും ചക്കക്കുരുവും കേസ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഓലമുടലും ചക്കക്കുരുവും കേസിന് വിധിയായി, പ്രതി 5000 രൂപ അടച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പം ഈ ഓലമടലും ചക്കക്കുരു എന്ന് പറയുന്നത് തന്നെ അതെന്ത് കേസ് എന്ന് പറഞ്ഞ കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം അങ്ങനെ വായിക്കുമ്പോഴാണ് ആ കേസ് എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിൽ ഉണക്കാൻ വെച്ചിരുന്ന ചക്കക്കുരു വെച്ച് കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിച്ചപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരമ്മച്ചിയുടെ ദേഹത്ത് കൊള്ളുകയും അത് വലിയ കേസായി മാറുകയും അത് 15 വർഷത്തോളം കോടതിയിൽ പോവുകയും ആ അമ്മ 5000 രൂപ പിഴ അടയ്ക്കുകയും കൂടാതെ ഒരു ദിവസം കോടതി അവസാനിക്കുന്നവരെയും കോടതിയുടെ മുന്നിൽ നിർത്തി കേസ് തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അത്രയേ ഉള്ളൂ ന്യൂസ്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി. ട്രിവാൻഡ്രം കോടതിയിൽ പോയി ആ കേസ് വാദിച്ച ആളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. അപ്പം ഇത് ഭയങ്കര CW1 അങ്ങനെ കുറേ ഇൻഫർമേഷൻ. അപ്പം ഇന്ന ആളുടെ പേര് അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇന്ന സാക്ഷി പറഞ്ഞ ആൾ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ കഥ ഉണ്ടാക്കണം. പിന്നെ അത് സൗദിയിലോട്ട് വന്നതൊക്കെ വേറെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള വേറെ കുറച്ചും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സൗദി ഗ്രേസി എന്ന് പറയുന്ന നടിയെ കാണാൻ വേണ്ടി സൗദിയിൽ ചെന്നപ്പോഴാണ് ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു നാടക നടിയാണ് ഈ പറയുന്ന അമ്മുമ്മ ആയിട്ട് അഭിനയിക്കാനായിട്ടൊരു നാടക നടിയെ തപ്പി സുദീഖോപ്പയാണ് പറഞ്ഞത്. സൗദി ഗ്രേസി എന്ന് പറഞ്ഞ നടിയുണ്ട്. അപ്പോൾ ഞാനത് ഒരു വിദേശത്ത് എവിടെയോ ഉള്ള ആളാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്കറിയില്ലായിരുന്നു സൗദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു വശത്ത് കടൽ, ഒരു വശത്ത് കായൽ, പിന്നെ ഒരു ചവിട്ട് നാടകമൊക്കെ ഉള്ളൊരു ചവിട്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു പ്രദേശം. അപ്പം ഭയങ്കര ഒരു ജോഗ്രഫി. അപ്പം ഞാൻ ഈ ഗ്രേസി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലോട്ട് പോകുന്ന വഴികൾക്കൊക്കെ ഒരു ഇടവഴികളാണ്, ഒരു ഓട്ടോ പോലും പോകാത്ത ഇടവഴികൾ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള വീടുകളൊക്കെ തമ്മിൽ ഒരു മതിലിൻ്റെ മാത്രം വേർതിരിവ്. അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും സീരിയലിൻ്റെ ഒച്ച അപ്പുറത്തെ വീട്ടിലെ സീരിയലിൻ്റെ ഒച്ചയായിട്ട് ക്ലാഷ് ആകും, അതേപോലത്തെ നിൽക്കുന്ന. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ചക്കക്കുരു വന്ന് വീണ് ഒരാളുടെ തലയിൽ കൊള്ളണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ അത് സംഭവിക്കും. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത് ഇവിടെ സംഭവിച്ചുകൂടാ എന്ന് പറയുകയും ഞാൻ ഈ സൗദി ഗ്രേസിയായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ട് വാതിക്കലും മതിലിനോട് ചേർന്ന് ഇപ്പുറത്തെ മതിലിലേക്ക് ഒരു തെങ്ങ് വളഞ്ഞ് അതിലിങ്ങനെ വെള്ളക്കയും കരിക്കുമൊക്കെ ഇങ്ങനെ തോന്നി. അപ്പം ഞാൻ ഈ ചക്കക്കുരു മാറിയിട്ട് ഈ വെള്ളക്കയാണ് വന്ന് വീണെങ്കിൽ, കാരണം നമ്മൾ കുറച്ചും കൂടി പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന വെള്ളക്കയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചക്കക്കുരുവിനേക്കാളും പ്രേക്ഷകന് പെട്ടെന്ന് റിലേറ്റ് ആകുന്ന ഒരു വെള്ളക്കയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സൗദി വെള്ളക്ക, ഈ കേസിൻ്റെ പേര് സൗദിയിലെ വെള്ളക്ക അല്ലെ സൗദി വെള്ളക്ക, സൗദിയുടെ വെള്ളക്ക, അങ്ങനെ 2-3 ഇതിട്ടപ്പോഴാണ് സൗദി വെള്ളക്ക ഭയങ്കര രസമുള്ള ഒരു പേരാണല്ലോ. അപ്പം അത് ഈ പറഞ്ഞ കണക്റ്റഡ് ബെൽ അത് വന്നു. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം തുടരും റിയൽ ലൈഫ് ഇൻസിഡന്റ്. അയ്യോ എന്നാലേ കവടി ഇങ്ങനെ നിരത്തി പറയണമല്ലേ. അപ്പൊ തുടരും എന്ന് പറയുന്ന സിനിമയും ഏതെങ്കിലും ഒരു രസകരമായ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടൊരു കാഴ്ച അങ്ങനെ എന്തെങ്കിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? ഉറപ്പായിട്ടും അത് സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തുടരുവിന് വേണ്ടി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വന്ന് കേൾക്കാൻ പറ്റുമോ, ലാലേട്ടന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. നമുക്കിത് ലാലേട്ടനെ വെച്ച് പടം ചെയ്യാൻ ഓഫ് കോഴ്സ് ഇവിടുത്തെ ഏത് സംവിധാനോട് ചോദിച്ചാലും ലാലേട്ടനെ വെച്ച് പടം ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് വേണേൽ പറയാം. ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒക്കെ അവർ അത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു എൻ്റേതല്ലാത്ത ഒരു കഥ കേൾക്കാൻ പോകുന്നു. അപ്പം ഞാനത് കഥ കേട്ടിട്ട് എനിക്ക് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് മാറും. അപ്പോൾ എനിക്കത് കണക്റ്റ് ആവണം. അപ്പം എൻ്റെ ടെൻഷൻ മൊത്തം ദൈവം ഇത് കണക്റ്റ് ആകുമോ, ഞാൻ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കഥ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാനത് രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ 10-35 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വലിയ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവരുടെ മുന്നിലത് പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് ആ രീതി അക്സെപ്റ്റ് ചെയ്തേനെ. അപ്പം ഞാൻ അവിടെ ചെന്ന്, അപ്പോൾ അന്ന് സുനിൽ എന്ന് പറഞ്ഞൊരു റൈറ്ററാണ് ഇതിൻ്റെ ബേസ് തോട്ട് ഇട്ടേക്കണത്. അപ്പോൾ ആ സുനിൽ ഇല്ല അവിടെ. സുനിലേട്ടൻ ഇല്ലാണ്ടാണ് എന്തേണ്ട രീതിയിലേക്ക് കഥ പറയണത്.
ഇങ്ങനെയാണ് തരണേ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞൊരു 10 മിനിറ്റിൽ പുള്ളി അത് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ച്. അതിലൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറെ എന്നാൽ അതിൻ്റെ അതൊരു നടന്ന സംഭവമോ അല്ലെങ്കിൽ അതിൻ്റെ അത് ലൈഫോ ഒന്നും കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതിൻ്റെ അതൊരു സിനിമ ചെയ്യാനുള്ളൊരു കണ്ടന്റ് അതിൻ്റെ അതുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ റൈറ്ററുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് KR സുനിൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര രസമുള്ളൊരു ഫോട്ടോഗ്രാഫർ, ഭയങ്കര ലൈഫ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്തേക്ക്. അയാൾ ലൈഫ് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അയാൾ ആ ക്യാപ്ചർ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക് മൊമെൻറ്റിൽ നിന്നാണ് ആ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ അന്വേഷണം. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ബിനാലെ നടക്കുന്ന അവിടുത്തെ ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പം സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഈ സിനിമ അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് ആ മൊമെൻറ്റ് കിട്ടണില്ല. അപ്പം ഞാനിങ്ങനെ സുനിലേട്ടാ എന്താണ് ഈ സിനിമയിലേക്ക് എത്താനുള്ള കാരണം? അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, പുള്ളി പറവൂർ വഴി ഇങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഒരു മതിൽമേ ചാരി ഒരു കാറ് നോക്കി നിൽക്കുന്നൊരു ഒരു ചിത്രം കണ്ടു. അത് എൻ്റെ സിനാരിയോ പറഞ്ഞാൽ കുറച്ചും കൂടി സിനിമയിലേക്ക് അടുക്കും, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ ഒരു മതിലിന്മേൽ നിന്ന് ഒരു സ്ഥലത്തും തൊടാതെ ഒരു മതിലിന്മേൽ ഇങ്ങനെ ചാരി നിന്ന് ഒരാൾ കിടക്കുന്നൊരു കാറും നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലത് അതിൽ നിന്നാണ് ഞാൻ അതിൻ്റെ മുമ്പും പിൻപും ഒക്കെ ആലോചിക്കുന്നത്. ഫോർ മീ അത് മതി, എനിക്കത് കിട്ടി, എനിക്ക് ആ കാഴ്ച കിട്ടി, എനിക്ക് അയാൾ ആ പറയുന്ന ഇമോഷൻ കിട്ടി, എനിക്ക് ആ പറയുന്ന ഫോട്ടോഗ്രാഫിക് ഫ്രെയിം കിട്ടി. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് മതി, ബാക്കി നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓരോ ഏരിയയും വർക്ക് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് എനിക്ക് അതിൻ്റെ ബേസിക് തോട്ടിട്ട കഥാകാരൻ എന്നെ ബിലീവ് ചെയ്യിച്ചു. അപ്പോൾ എനിക്കിനി ഈസിയാണ് പ്രേക്ഷകനെ ബിലീവ് ചെയ്യിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എഴുതി സ്ക്രിപ്റ്റൊക്കെ എഴുതി വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ പെട്ടെന്ന് ആ കൈൻഡ് ഓഫ് ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സുനിലേട്ടനെ വിളിച്ചു. സുനിലേട്ടാ നിങ്ങൾ അന്ന് കണ്ട കാഴ്ച ഒന്നുകൂടെ എൻ്റെ ഇടയ്ക്ക് പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം ബസ്സിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ മതിലുമേൽ താടിയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൈക്ക് കൈയും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ട കാഴ്ച. ഞാൻ പറഞ്ഞു ആ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അത് എനിക്ക് ബിലീവ് ചെയ്യാനാണ്. ഞാൻ ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സീൻ ലാലേട്ടനെ വെച്ച് ആ സീൻ ഷൂട്ട് ചെയ്തൊരു മതിലുമേൽ താടിക്ക് കൈയും വെച്ച് ഒരാൾ ഒരു കാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സീൻ ഷൂട്ട് ചെയ്ത് അതിപ്പം സിനിമയിലുണ്ട്. എനിക്ക് കാണണം, എനിക്ക് ഇവിടെ എത്തിയ സ്ഥിതിക്ക് എനിക്ക് കാണാനുള്ള ആകാംക്ഷയായി. അപ്പോൾ അതുപോലത്തെ പല ഇൻസിഡൻസ് ഈ സിനിമയിൽ നിങ്ങളുടെ കഥ മേക്കിങ്ങിൻ്റെ രീതി വെച്ചിട്ട് പ്രതീക്ഷിക്കാം. ഈ ലൂസിഫർ ഇറങ്ങുന്നതിന് മുന്നേ പൃഥ്വിരാജ് പറഞ്ഞല്ലോ ചെറിയൊരു സാധാരണ ഒരു സിനിമ. അപ്പോൾ ഈ തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ചോദിക്കട്ടെ, സമയം എന്താണെന്ന് ഇല്ല ആരങ്ങനെ ചോദിക്കണേ, ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പം ഒരുപാട് കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. കുറേ ആളുകൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നത് ഇതൊരു ഫാമിലി എൻ്റർടൈനർ. ചില ആളുകൾ ഇപ്പം എന്നെ പോലെയുള്ള ചിലർ സംശയിക്കും ഇതൊരു ത്രില്ലറാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു മിസ്റ്ററി ജോണറാണ്, ആർക്കും വ്യക്തത ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ എല്ലാമായ തരുൺ മൂർത്തിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രിഗ്യൂ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ പൊളിക്കുകയാണോ അതോ ചർച്ചകൾ തുടരട്ടെ എന്ന് പറയുകയാണോ? അല്ല, ആ സിനിമ ഒരു ഫാമിലി ഡ്രാമ, ഞാൻ ഫീൽ ഗുഡ് അല്ല ആ സിനിമ. എല്ലാവരും അങ്ങനെ ഫീൽ ഗുഡാണ് മറ്റതാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ ഉൾക്കൊണ്ടതും ഞാനതിനെ ഡയറക്റ്റ് ചെയ്തതും ഒക്കെ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ്. ഡ്രാമയാണ് ആ സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ ഡ്രാമകളുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിനെ അത് എനിക്കറിയില്ല നല്ലതാണോ ചീത്ത, എല്ലാവരും ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വല്ലാണ്ട് അതിനെ ഉപമിക്കുന്നുണ്ട്. ഓരോ പോസ്റ്റർ കാണുമ്പോഴും അല്ലെങ്കിൽ ദൃശ്യം പോലത്തെ സിനിമയാണ്, സെക്കൻഡ് ഹാഫിൽ ദൃശ്യം പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ അതിനെ എഴുതാറുണ്ട്, വായിക്കാറുണ്ട്. ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ എന്താ പറയുക, മലയാളത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൾട്ട് ക്ലാസിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനൊരിക്കലും ആ ട്രെൻഡിനെ ഫോളോ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ എൻ്റെ ടോക്കിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഒരിക്കലും ദൃശ്യം പോലൊരു സിനിമ ഉണ്ടാക്കാനല്ല തുടരും ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, അങ്ങനെയല്ല ആ സിനിമ. ഒരാളുടെ ലൈഫാണ് പറയുന്നത്, ഒരാളുടെ കുറച്ച് ദിവസങ്ങളിൽ അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് തമാശകളുണ്ട്, അതിൻ്റെ അകത്ത് സങ്കടങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില ത്രില്ലുകളുണ്ട്. ഇതെല്ലാം വന്നു പോകുന്ന, എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നോ അല്ലെങ്കിൽ മിസ്റ്ററി ത്രില്ലർ എന്നൊന്നും ഒരിക്കലും അങ്ങനെ ഒരു എലിമെൻ്റ് ഈ സിനിമയിലില്ല.
അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതിന് ആളുകൾ കാണാൻ വരേണ്ടത് ഞാൻ കൊടുക്കുന്ന പ്രൊമോഷൻസ് വെച്ചിട്ട് മാത്രമേ അതിനെ വരാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്ത് റീഡിങ്ങും ആ സിനിമയ്ക്കും നല്ലതല്ല, കാണാൻ വരുന്നവനും നല്ലതല്ല. ഓക്കെ, അത് വന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ചില എക്സൈറ്റ്മെൻറ്റുകൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതായത് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എല്ലാ തിയേറ്ററിലെങ്കിലും അപ്പം എനിക്ക് നിങ്ങളോട് പറയാം, വെറുതെ ഞാൻ എക്സ്പെക്ടേഷൻ കൂട്ടാൻ. നമ്മൾ ഞാൻ പറയണത് സിനിമ ഒരു പ്രോഡക്റ്റാണ്. അറ്റ് ദ എൻഡ് ആർട്ട് ഫോം ആണെങ്കിൽ പോലും അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് അതിനെ കാണാൻ വേണ്ടത് എന്നുള്ളത് അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെയും ഒക്കെ അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് അതൊരു ഫാമിലീനെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആ ഫാമിലീനെ കാണാനാണ് വരേണ്ടത്. ലാലേട്ടൻ്റെ കാറും ലാലേട്ടനെയും ഒക്കെ, ലാലേട്ടൻ ചെയ്യുന്ന ഷൺമുഖനെയും ഒക്കെ ഇഷ്ടപ്പെടാനായിട്ട് അവർക്കൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് രസിക്കാൻ പറ്റുള്ളൂ. ലാലേട്ടൻ്റെ കാറുണ്ടോ അതിൽ? ലാലേട്ടൻ്റെ കാറെന്ന് പറഞ്ഞോണ്ട് ലാലേട്ടൻ്റെ കാറിൽ ലാലേട്ടൻ്റെ സ്വന്തം എന്ന പോലെ ഒരു ബ്ലാക്ക് കളർ അംബാസഡർ കാറുണ്ട്. തരുണാലോ എവിടെ നിന്നൊക്കെയാണ് അത് പൊങ്ങിയത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, ലിസൺ ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം ഒരാൾ ഇപ്പുറത്തിരിക്കണേ എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്ത് ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് ഒരു സിനിമ, രണ്ടാമത്തെ നാഷണൽ അവാർഡ് മേടിച്ചൊരു സിനിമ, ഇപ്പോൾ മൂന്നാമത്തെ സിനിമ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ആൻറ്റിസിപ്പേഷൻസ്, എക്സ്പെക്റ്റേഷൻസ് ആളുകൾക്ക് പറയാൻ ഇഷ്ടമാണ്, ചിന്തിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ കഥ എഴുതുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ തന്നെ ഇമാജിനേഷൻസ് നമുക്ക് വരും. സ്വാഭാവികമായും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ വരാം, സ്ട്രെസ് വരാം, ഉറക്കക്കുറവ് വരാം, മടുത്തു തോന്നാം. അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് തരുൺ മൂർത്തി സ്വയം റിലാക്സ്ഡ് ആവുന്നത്? മടുപ്പൊന്നും തോന്നാറില്ല, ഭയങ്കര ഇപ്പോഴും എക്സൈറ്റഡ് ആണ്. അതൊന്ന് തിയേറ്ററിൽ കാണാൻ, ആളുകൾക്കൊപ്പം ഇരുന്ന് കാണാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് വലിയ പ്രതീക്ഷയല്ല. എനിക്ക് എന്താണിത്, നമ്മളുടെ ഒരു മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ ഈ പുതിയ ജനറേഷനിലൊരു ഡയറക്ടർ ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ഇന്നത്തെ പ്രേക്ഷകൻ കാണുന്നതെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതൊരു വലിയ പാഠമായിട്ടും ഒക്കെ കാണാൻ എനിക്കൊരു അതൊരു എന്താ പറയുക, നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്കങ്ങനെ ഒരു മടുപ്പ് ഇതുവരെയും. ടെൻഷനുണ്ടോ? സ്ട്രെസ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഈ പറയുന്ന പോലെ. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന January 13 റിലീസ് ഡേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അതിഭീകരമായ സ്ട്രെസ്സായിരുന്നു. കാരണം ആ സ്ട്രെസ്സ് എന്ന് പറയുന്ന വർക്ക് സമയത്തിന് തീരണം, ഒരു പ്രോപ്പറായിട്ടൊരു പ്രൊമോഷൻ പ്ലാൻ പറയണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന അപ്ഡേറ്റ് എവിടെയെന്ന് ചോദിച്ച് ഡെയിലി വന്ന് എൻ്റെ ഇൻബോക്സിലും ആദ്യം ഈ അപ്ഡേറ്റ് എവിടെയെന്നുള്ളതിൻ്റെ രീതികളൊക്കെ ഭയങ്കര മാന്യമാണ്. പിന്നെ അതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് വാക്കുകളൊക്കെ കയറും. അപ്പം ഞാൻ എന്തിനതൊക്കെ കേൾക്കണത്, പിന്നെ അത് കയറുമ്പോൾ പിന്നെ വീട്ടിൽ ഇരിക്കണവരൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും. കാരണം ഞാൻ എപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ഓറയിൽ നിന്നാലേ നല്ല കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാ ഈ തന്തക്കിളിയും തള്ളക്കിളിയും കേൾക്കണത് എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എവിടെയോ ശ്രീനിവാസൻ സാറോ എവിടെയോ പറഞ്ഞൊരു വാചകമുണ്ട്. അത് തന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ, അതായത് ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അറ്റൻഷൻസ് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്തു എന്നോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളെവിടെ പോയാലും ഒരു മോഹൻലാൽ സിനിമയുടെ ഡയറക്ടർ എന്നുള്ളൊരു അത് കാരണം അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഓറ നമ്മളിലേക്കും വരും. നമ്മൾ എന്ത് ചെയ്യുന്നതിനെയും ആളുകൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് നോക്കും. അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എവിടെ പോകുന്നു, അയാൾ എന്ത് പറയുന്നു. അപ്പം നമ്മൾ ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്നൊരു ആക്ടറിനെ യൂസ് ചെയ്ത ഡയറക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് പ്രിവിലേജ് നമുക്കും ഓഡിയൻസ് തരും. അപ്പം നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വേണം ഈ സമയങ്ങളിൽ സംസാരിക്കാനും പെരുമാറാനും എന്നൊക്കെ. പെട്ടെന്ന് നമ്മൾ അഹങ്കാരിയായിട്ട് മാറും, പെട്ടെന്ന് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഡയറക്ടറായിട്ട് മാറും, പെട്ടെന്ന് നമ്മൾ വലിയ ഹൈ എൻഡ് ഡയറക്ടറായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പാകത്തിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ, പണ്ട് ഏതോ ഒരു ഓപ്പറേഷൻ ചാവ, ഏതോ ഒരു സൗദി വെള്ളക്കെ, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനെ യൂസ് ചെയ്യുന്നതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ നമുക്കും കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഏത് ഫാമിലി ഫംഗ്ഷനും ഒക്കെ പോയി കഴിഞ്ഞാലും നമ്മളറിയാത്ത ആളുകളാണെങ്കിൽ പോലും വന്ന് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിച്ചു വന്നോ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചാവ ഒരു വലിയ 80 days ഓടിയ സിനിമയാണെന്നുള്ളത് അവർ മോഹൻലാൽ ശോഭനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ എന്നുള്ള ഇതില്ല. അപ്പോൾ ആ ഒരു സന്തോഷം ഞാനും ശരിക്കും പറഞ്ഞാൽ സൂഹിക്കുന്നുണ്ട്. കൊള്ളാം. ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ആ ഒരു ലേബൽ ഭയങ്കരമായിട്ട് ആ സുഖം തുടർന്ന് പോയിട്ടേ നമുക്ക് ജീവിതത്തിൽ കാര്യമുള്ളൂ. അപ്പം
ഈ പറയുന്ന പോലെ പടം ഇറങ്ങുന്ന സമയത്തും ആളുകൾക്ക് ആ എക്സൈറ്റ്മെൻറ്റ് അവർ പ്രതീക്ഷിച്ച് വരുന്ന കണ്ടൻറ്റുകളുടെ ഭംഗി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ അവരെടുത്ത് നിലത്തിട്ട് ചവിട്ടും എന്നുള്ള കാര്യം ഏറെക്കുറെ എനിക്ക് ഉറപ്പാണ്. പല കാഴ്ചകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഊഹിക്കാമല്ലോ അതിനേക്കാൾ വലുതാവാനേ സാധ്യതയുള്ളൂ. അപ്പം അതിനേക്കാൾ വലുതാണ് അല്ല മോശം എന്താ തരുണി നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി ഞാൻ ആഡ് ചെയ്തല്ലോ. അപ്പം ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇപ്പം ചിലരുണ്ട് താങ്ങാൻ വയ്യാതെ, എനിക്ക് തന്നെ സിനിമയിലുള്ള ഫിലിം മേക്കേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഒറ്റ ട്രിപ്പ്. ഇപ്പം വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് ഒറ്റ ഉറക്കം രാവിലെ വരെ പിന്നെ ചിന്തിക്കത്തില്ല ആ കാര്യത്തെക്കുറിച്ച്. പിന്നെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തരുൺ മൂർത്തിയുടെ ഒരു സ്ട്രെസ് ബേസ്റ്റ് ചെയ്യാനുള്ള ഇത് യാത്രയാണോ ഫുഡാണോ? ചിലർ പറഞ്ഞിട്ടുണ്ട് അല്പം കള്ളുടി അങ്ങനെയൊക്കെ. ഫുഡ് ഭയങ്കര സ്ട്രെസ് വന്നാൽ ഭയങ്കര ഫുഡ്. ഞാൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് മെലിയും. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടു റിലീസ് സമയത്ത് ഞാൻ നന്നായിട്ട് വണ്ണം വെക്കും. ഇതാണ് എൻ്റെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചാണ് എൻ്റെ സ്ട്രെസ്. ഞാൻ പിന്നെ വൈഫ് ഈ പറയുന്ന പോലെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം ഞാൻ കഴിയുന്ന വീട്ടിൽ തന്നെ വന്ന് ആണ് ഫുഡ് കഴിയും. അപ്പം ഈവൻ ചെറിയ ചെറിയ ഫുഡാണെങ്കിൽ പോലും ഇട്ടോളൂ എന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു കാര്യമാണ്, ഒരാണിൻ്റെ ആംബിഷൻസിനോടും ആ സ്വപ്നങ്ങളോടും വിലയുള്ള ഒന്നും ഈ ലോകത്തിലില്ല എന്ന്. ഇപ്പം തരുൺ മൂർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമകളെടുത്ത് ഇതുവരെയുള്ളത് യാത്ര നോക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമ, നാഷണൽ അവാർഡ് സിനിമ, ഇപ്പം ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ശരിക്കും ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ തരുൺ മൂർത്തിയിൽ കാണുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഹൗ ആംബിഷ്യസ് ഷുഡ് എ മാൻ ബി? ഒരാണ് എത്രത്തോളം സ്വപ്നങ്ങൾ കാണണം, എത്രത്തോളം ആംബിഷ്യസ് ആയിരിക്കണം? ഞാൻ പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഡ്രീമി ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നതാവണം എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയിരുന്നു. പക്ഷേ ഈ അംബീഷൻസ് ആയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മളെ ഒരുക്കണം. അപ്പോൾ ആ ഒരുക്കം ആക്ച്വലി ഇപ്പം എൻ്റെ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഞാൻ എഴുതാറുണ്ട്, സ്വപ്നം കാണാൻ പഠിപ്പിച്ച അച്ഛന്, സ്വപ്നം നേടാൻ പഠിപ്പിച്ച കുക്കു എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന്. അപ്പം എന്നെ അംബീഷ്യസ് ആക്കിയത് മൊത്തം എൻ്റെ അച്ഛനാണ്. ഈ എന്താണ് നിൻ്റെ അതിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഒരുക്കിയത് എൻ്റെ ഭാര്യയാണ്. അപ്പോൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഞാൻ ഇപ്പോഴും. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഒന്നുമല്ല. എനിക്ക് അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയാം. ഓക്കെ, സിനിമയിൽ എത്തണമെന്നും ഇപ്പോൾ സിനിമയിൽ എത്തണമെന്നായിരുന്നു ഒരു കാലത്ത് അംബീഷൻ. അതാണ്. അപ്പോൾ അതെനിക്ക് എങ്ങനെയെന്നറിയില്ല. ഞാൻ നടനാകാൻ നടന്നു, തിരക്കഥാകൃത്താകാൻ നടന്നു. അവസാനം ഞാൻ എന്നിൽ എന്താണ് അതിലേക്ക് എത്താൻ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞത് ഒരുപാട് ലേറ്റായിട്ടാണ്. ഞാൻ എൻ്റെ എറൗണ്ട് ഒരു 15-ാമത്തെ വയസ്സ് മുതൽ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ നാടകം കളിക്കാൻ പോകും. അത് +2-ലൊക്കെ നാടകങ്ങൾ, ഞാൻ അഭിനയിക്കാറുള്ള നാടകങ്ങളൊക്കെ സ്റ്റേറ്റ് ലെവലിലും ജില്ലയിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മിക്കപ്പോഴും മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പേര് വരും. അപ്പം നമ്മൾ മികച്ച നടൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനന്ദിക്കും, ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവർ വെറുതെ ക്ലാസ് റൂമിൽ നിൽക്കുന്നത് അടുത്ത പ്രിയദർശൻ, മോഹൻലാൽ, മണിയമ്പിള്ള രാജു ഒക്കെയാണ് നിൽക്കുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ആഗ്രഹം കയറിക്കോ, അടുത്ത മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, MG ശ്രീകുമാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരെയൊക്കെ വെച്ച് സിനിമ ചെയ്ത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് MG ശ്രീകുമാറിന്റെ പേര് വന്നപ്പോഴാണ് ദൈവമേ അവരെയൊക്കെ വെച്ചാണല്ലോ ഞാനിപ്പോൾ സിനിമ ചെയ്തതെന്ന് എനിക്ക് ജസ്റ്റ് ഇപ്പം തോന്നൽ വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് സിനിമയിൽ എത്തണമെന്നുള്ളത് അന്നേ ഇവരൊക്കെ കൂടി എൻ്റെ ഉള്ളിൽ ഇട്ട വിത്താണ്. പക്ഷെ സിനിമയിൽ അപ്പോഴും ഞാൻ ബെസ്റ്റ് ആക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്ടറിലേക്ക് ഞാൻ ഡീവിയേറ്റ് ചെയ്തത്. അപ്പോഴും എൻ്റെ ഈ പറയുന്ന പോലെ നമ്മൾ ഓഡീഷൻസിന് പോകുന്നുണ്ട്. ഞാൻ ഈ പണ്ട് തന്മാത്ര എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ബ്ലസ് സാറിന് വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാലേട്ടന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ ബ്ലസ് സാറിൻ്റെ വീട്ടിലോട്ട് നിരന്തരം ഫോൺ ചെയ്യും, സാർ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പം സാറിൻ്റെ വൈഫായിരിക്കും മിക്കവാറും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ശല്യമാണല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോളൂ ഫോൺ കട്ട് ചെയ്ത് കളയും. അപ്പം അങ്ങനെ അതെല്ലാം സംഭവിച്ച് നമ്മൾ ബിടെക് കഴിഞ്ഞ സമയത്തും സിനിമയിലേക്ക് ജോലിയൊന്നുമല്ല, സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ 2011 സമയത്തൊക്കെ ബിടെക് കഴിയുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന ഓഡീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴും അച്ഛൻ നമ്മളെ പഠിപ്പിച്ച നാടകവും മോണോ ആക്റ്റും ഒക്കെ നമ്മൾക്ക് ഈ പറയുന്ന സ്വപ്നം കാണാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൽ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നിടത്ത്
എത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അംബീഷനായിട്ട് ഇങ്ങനെ നടക്കാം. ഈ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ. തരുൺ മൂർത്തിയുടെ ഇൻ്റർവ്യൂസ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. താങ്കൾ സിനിമയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സ്ട്രഗിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അതാരും ചോദിക്കാത്തതുകൊണ്ടാണോ അതോ ഒരു സ്ട്രഗിളും ഇല്ലാത്തതുകൊണ്ടാണോ? സ്ട്രഗിൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ആദ്യം പോയി കാണുന്ന പ്രൊഡ്യൂസർ ആ സിനിമ കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സ്ട്രഗിൾ പറയാനില്ല. പക്ഷേ എൻ്റെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, സിനിമയല്ല, ഒരു കാലത്ത് ഷിപ്പ് യാർഡിലാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സിനിമയിൽ അവർ ഒരു ഷിപ്പ് യാർഡിൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെയ്യുന്നൊരു സീരിയൽ അഭിനയിക്കാനായിട്ട് ഷിപ്പ് യാർഡിലുള്ള കലാകാരന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അച്ഛനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിരുന്നു. ഇൻസൾട്ട് എന്ന് വെച്ചാൽ ഓൺ സ്പോട്ടിൽ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അതായത് സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഓക്കെ നിങ്ങൾ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഇപ്പം ഞങ്ങൾ വരുന്നത് വൈക്കം, ചേർത്തല ആ ഭാഗത്തു നിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഏത് ആക്ടറാണെങ്കിലും അതൊരു ട്രെയിൻ ചെയ്താലേ സ്ലാങ്, അല്ലാണ്ട് ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പരിപാടികളല്ല ഈ സ്ലാങ് പിടിക്കാനുള്ളത്. അത് തൃശ്ശൂർ സ്ലാങ് പിടിക്കാൻ അച്ഛൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അച്ഛന് ഒരു സെറ്റ് മൊത്തം അച്ഛനെ ഇങ്ങനെ എന്തോ ഒരു കുറ്റക്കാരൻ ക്രൈം ചെയ്യാൻ വന്ന്, അയാൾ അഭിനയിക്കാൻ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ നോക്കിക്കണ്ടു, ചിലർ മാറി നിന്ന് ചിരിച്ചു. അപ്പം അത് എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന്. അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാനൊരു സിനിമയിൽ, തൃശ്ശൂർ ക്ലിപ്തം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കറിയാവുന്ന രതീഷ് എന്ന് പറഞ്ഞ ആളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തൃശ്ശൂർ സ്ലാങ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സ്ലാങ് പിടിക്കാൻ അറിയാം. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാഞ്ചിയേട്ടനും മറ്റതൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടിട്ട് ഈ സ്ലാങ് ഇങ്ങനെ പിടിക്കാം. പക്ഷേ നമുക്ക് തരുന്ന ഡയലോഗ് ഒന്നും ഇവർ, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയിൽ എനിക്ക് പകരം ദിനേശ് പ്രഭാകറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എൻ്റെ സിനിമയിൽ സംഭവിക്കരുത് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഇമോഷണൽ ബാക്ക്ലോഗുകളുണ്ട് എനിക്ക്. അപ്പം അതാണ് സ്ട്രഗിൾ എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ. അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ജോലി വേണ്ട എന്ന് വെച്ചത് വലിയ സ്ട്രഗിളാണ്. ഇപ്പം കല്യാണം, ഇപ്പം ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ കല്യാണം കഴിച്ച് ഏതാണ്ട് 1 വർഷം കൂടി ജോലി ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പം എൻ്റെ വൈഫ് ക്യാരിയിങ് ആണ്. അപ്പം ഒരു 6 മാസം 7 മാസം പ്രഗ്നൻസി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവൾക്ക് ഇപ്പം ഞാൻ ജോലി രാജിവെക്കുവാണെന്ന് പറയുന്നത്. നിൽക്കുന്ന അവളുടെ മുഖത്ത്. അപ്പം അവൾ ആദ്യം അച്ഛനോട് സംസാരിച്ചു എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഇനി മുന്നോട്ട് എന്താണ് എന്ന് എനിക്ക് സ്റ്റക്കാണ് ഞാൻ. പക്ഷെ എനിക്കിതിൽ ഹാപ്പിനെസ് ഒട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫിനൊരു മീനിങ് ഇല്ലാണ്ടായി പോവും എന്ന് ഞാൻ അവളൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ലൈഫിലൊന്നും ആയില്ല എന്നൊരു പരാതി എൻ്റെ ഇടയ്ക്ക് പറയരുത്. 45 വയസ്സിലാകുമ്പോൾ നിങ്ങൾ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ ആയിരിക്കണം എൻ്റെ കൂടെ, എങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഈസി ഡിസിഷൻ അല്ല ലൈഫിൽ. ആ സ്ട്രഗിൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനിടയ്ക്ക് വിളിച്ച് ഫോണിലാണ് പറയണത്. ഞാൻ ഒരിക്കലും നേരിട്ടല്ല ജോലി രാജിവെച്ചു എന്ന് പറയുന്നത്. കാരണം ഇത് നേരിട്ടാണ് പറഞ്ഞെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാനിത് ഫോണിൽ കൂടെ പറഞ്ഞ് അച്ഛാ ഞാൻ ഇനി പോകുന്നില്ല ജോലിക്ക്. അപ്പം എന്താ അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞു സിനിമ ഒക്കെയാണ്. ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ? അങ്ങനെ ആരും ഇല്ല. പിന്നെ അറിയില്ല, എനിക്കൊരു 2 വർഷം വേണം. ഞാൻ ആ 2 വർഷം കൊണ്ട് ഞാനത് എവിടെ എത്തും. അപ്പം എനിക്കൊരു ടൈം സെറ്റ് ചെയ്തു 2 വർഷം എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയ സ്ട്രഗിളാണ്. എന്നാൽ ഈ ഡിസ്റ്റൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. എടുത്തതിന് ശേഷം ഒരവസരങ്ങളും ഇല്ല സിനിമയിൽ. ഞാൻ കംപ്ലീറ്റ്ലി സീറോ. എൻ്റെ കയ്യിലുള്ള പൈസകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു കാറുണ്ട്, കാറിൽ ഡീസൽ അടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. വല്ലാത്ത ഒരു സ്ട്രഗിളുണ്ട് എനിക്ക്. അപ്പം ആ സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ, ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ കൂടിപ്പോയി 2000 രൂപ കിട്ടും, അല്ലെങ്കിൽ 5000 രൂപ കിട്ടും. പലതും നമ്മൾ സൗഹൃദങ്ങളിലാകുമ്പോൾ നമുക്ക് പൈസ പോലും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് സ്ട്രഗിളാണ്. അപ്പം ഞാൻ പിന്നെയാണ് ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചെറിയ പരസ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതോടെ നമുക്ക് ചെറിയ ഇൻകമൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ആ ഇൻകത്തിൽ നിന്ന് ഇപ്പം എൻ്റെ വൈഫ് എന്താ പറയുക, അപ്പം ഫാമിലി വൈസ് നല്ല രീതിയിൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ
ആ സമയങ്ങളൊന്നും എനിക്കൊരു നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതെല്ലാം വരുമെന്ന് പറയുന്നൊരു ഹോപ്പിൽ അവരെല്ലാം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ ചില ഫങ്ഷൻസിന് പോകുമ്പോഴോ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സോ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളെ ചില സമയങ്ങളിൽ വല്ലാണ്ട് ഒറ്റപ്പെടുത്താറുണ്ട്, കുത്തുവാക്ക് കേൾക്കാറുണ്ട്. അപ്പോഴുമൊക്കെ ഇവള് നിന്നിട്ടാണ് പറയാറ്, അത് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ, ഞങ്ങൾ അത് എല്ലാം റെഡിയാകുന്നു. അപ്പം ചിലപ്പം ചോദിക്കും ആ പരസ്യം ചെയ്തിട്ട് എത്ര രൂപ കിട്ടി, അപ്പം ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് 10,000 രൂപയോ 15,000 രൂപയൊക്കെ എനിക്കതിന് പ്രോഫിറ്റ് ആയിട്ടോ ഒക്കെ കിട്ടാറുള്ളൂ. അത് ചിലപ്പോൾ 1,00,000 രൂപ കിട്ടി എന്നാൽ അവൾ ഒറ്റടിക്ക് 10 കയറ്റിയൊക്കെ പറയും. അപ്പം അത് അവർക്ക് കേൾക്കുന്നവർക്ക് സന്തോഷം, നമുക്കൊരു സന്തോഷം. പക്ഷേ 15,000 രൂപ കിട്ടിയാലും 1,50,000 രൂപ കിട്ടിയാലും അല്ല 1.5 കോടി കിട്ടിയാലും നമ്മൾ ഹാപ്പി ആകുന്നതിൻ്റെ കാര്യമുള്ളൂ. ഞങ്ങൾ അന്ന് 15,000 രൂപയിൽ ഹാപ്പി ആയിരുന്നു, ഇന്ന് കിട്ടുന്നതിൽ ഞങ്ങൾ ഹാപ്പിയാണ്, ഇനി കിട്ടാൻ പോകുന്നതിൽ ഹാപ്പിയാണ്, ഇനി കിട്ടാതിരുന്നാൽ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറയുക വളരെ പ്ലാസ്റ്റിക്കായിട്ടുണ്ടായ റിലേഷൻസ് അല്ല. ഫ്രം റൂട്ടിൽ നിന്ന് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഓരോന്നോരോന്നുണ്ടായി വരുമ്പോഴും നമ്മൾ അക്കൗണ്ടിലെ എമൗണ്ട് കൂടുമ്പോഴും അക്കൗണ്ടിൽ കുറയുമ്പോഴും ഒക്കെ അതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾക്കിടയിലുണ്ട്. അത് കാരണം എന്താ പറയുക റിലേഷൻഷിപ്പ് അത്രയേറെ ഡീപ്പാണ് ഞങ്ങൾക്കിടയിൽ. ഈ നമ്മളിപ്പം ഈ പറഞ്ഞ സ്ട്രഗിളുകളിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നിട്ട് യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ നോ. അന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പോലും ഒരുപക്ഷെ ആ 10 കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോൾ മിനിറ്റുകൾ പോലെ തോന്നാം. ഈ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ വിജയങ്ങൾക്കിടയിൽ വൈക്കംകാരനൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയാൽ ത്യജിക്കുന്ന അല്ലെങ്കിൽ അയ്യോ എനിക്കിപ്പം അതൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്ന സന്തോഷങ്ങളുണ്ടോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും ലൈഫിൽ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഇപ്പം അന്നത്തെ കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ പറയുന്ന നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയും അല്ലെങ്കിൽ പാടത്ത് പോയി കൗണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഇന്നസെൻറ്റ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചും ടൂർണമെൻറ്റ് കളിക്കാൻ പോയിട്ട് ആ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫോ ഇപ്പം ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ട് ഇപ്പം പോലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പം എല്ലാം വർക്ക് ഓറിയൻറ്റഡ് ആയി, എല്ലാം പ്രൊഫഷണലായി. ഈ പേഴ്സണൽ എന്ന് പറയുന്നത് ഫാമിലിയിൽ മാത്രം ഒതുങ്ങി. അത് ഗുഡ്, അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിക്കൊക്കെ അത് തന്നെയാണ് നല്ലത്. പക്ഷേ അല്ലാത്ത സൗഹൃദങ്ങളൊക്കെ നമുക്ക് എപ്പോഴൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. കോളേജിൽ പഠിച്ച ആളുകളുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വല്ലപ്പോഴും ഒരു ഹായ് ബായ് എന്തുണ്ട് അല്ലെ സ്റ്റാറ്റസ് കാണുമ്പോൾ ലവ് സിമ്പിൾ എടുത്ത് തിരിച്ച് കളയുന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളും ഇപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളില്ല. ഇപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ ഈ സിനിമ ആയിട്ട് പോയി. അവർക്കൊക്കെ അത് കൗതുകമാണ്. അവനിപ്പം മോഹൻലാലുമായിട്ട് ആണ് സൗഹൃദം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കോണ്ടാക്റ്റ് അവൻ്റെ ഫോണിലുണ്ട്, അതൊക്കെയാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ്. അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു ഈ പറയുന്ന നമ്മൾ ഒരുമിച്ച് കൗണ്ട് കളിക്കാൻ പോയതും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ അതെപ്പോഴും ലാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്നെ പലപ്പോഴും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വല്ല ടർഫൊക്കെ എടുത്തിട്ട് പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് കളിക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ. പക്ഷെ അതിന് ആർക്കും സമയം, എല്ലാവരും പ്രൊഫഷണൽ പരിപാടിക്ക് പിന്നാലെ പോയപ്പോൾ ആ സൗഹൃദങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതാണ് എനിക്ക് ലാക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. പക്ഷേ സിനിമകൾ മാറ്റി ചിന്തിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പം ഷാരൂഖ് ഖാൻ്റെ പഴയ സിനിമകളൊക്കെ കണ്ട സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതായിരിക്കണം ബോയ് ഫ്രണ്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പം അഴകിയ രാവണൻ കണ്ട സമയത്ത് ഇപ്പോൾ പ്രണയം പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ എന്നാടിൽ അങ്ങനെ ചിന്തിപ്പിച്ച സിനിമകളുണ്ട്. അതുപോലെ വടക്കോട്ട് നോക്കി നിന്ന തരുൺമൂർത്തിയെ തെക്കോട്ട് ചിന്തിപ്പിച്ച സിനിമകളുണ്ടോ? ഏതെങ്കിലും കണ്ടിട്ട് ഒരു വലിയ മാറ്റം വരുത്തിയ സിനിമകൾ, ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളുണ്ടായിട്ടുണ്ടോ? എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ലൈഫിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ഭയങ്കര ഭീകരമാണ്. കാരണം ബ്ലസ്സി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ തന്മാത്രകളുടെ കാര്യമൊക്കെ പറഞ്ഞത്. എനിക്ക് സിനിമയ്ക്ക് ഞാൻ ഓഡീഷന് വേണ്ടി ഫോട്ടോ അയക്കാനുള്ളത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലൊന്ന് അഭിനയിക്കണമെന്നുള്ള കൊതി അന്നോട് തോന്നി. എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വന്നതിന് ശേഷവും സിനിമ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ മിന്നാമിനിങ്ങൾക്കിടയിൽ ജുഗനൂര എന്നുള്ള സോങ്, ആ വിഷ്വല്, അല്ലെങ്കിൽ ലാസ്റ്റ് മമ്മൂക്ക അവിടെ പോയിരുന്നിട്ടൊരു ഗുജറാത്തി പോലീസുകാരൻ്റെ അടുക്കൽ എന്തെങ്കിലും വിവരം കിട്ടിയില്ലെങ്കിൽ ഈ അഡ്രസ്സിലോട്ടോ ഈ നമ്പറിലോട്ടോ വിളിക്കണം എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുമ്പോൾ അയാൾ ആ ചുരുട്ടിക്കളയുന്നതിനേക്കാൾ പെയിൻ എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല ആ പ്രായത്തിൽ. അപ്പം അത് സിനിമ തന്നെ എന്നെങ്കിലും ഇങ്ങനത്തെയൊക്കെ സിനിമയുടെ ഭാഗമാകണം എന്ന് പറയുന്നൊരു ഭയങ്കരമായൊരു ഇമോഷണൽ ടോർച്ചറിങ് ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് ട്രാഫിക്, ഈ പറയുന്ന പോലെ എക്കാലത്തെയും മലയാള സിനിമയുടെ ഒരു ചരിത്രം മാറ്റിയ സിനിമയാണ്. ട്രാഫിക് കാണുമ്പോൾ ഇങ്ങനെയും സിനിമ ചിന്തിക്കാൻ പറ്റുമോ, ഇങ്ങനെയും തിരക്കഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു വലിയ പാഠം അവിടെ തുറന്നു വന്നു. പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് വേണമെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി ഫ്രം നൈജീരിയ കണ്ടിട്ട് അതിൻ്റെ അവസാനം എൻ്റെ മനസ്സിന് എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അതിന് എന്നെ ആരും കുത്തി നോവിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കഥാപാത്രങ്ങൾ കരഞ്ഞിട്ടോ ഒന്നുമില്ല, സന്തോഷം കൊണ്ടാണ് മനസ്സ്. അപ്പം സന്തോഷം കൊണ്ടും മനസ്സ് നിറച്ച് കണ്ണ് നിറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഫീൽ എനിക്ക് ആ സിനിമ ആദ്യമായിട്ട് തന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ എടുത്തു പറയുവാണെങ്കിൽ വേണമെങ്കിൽ ഈ 3 പടങ്ങൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ താങ്കളുടെ ഒരു പ്രത്യേകത, വ്യക്തമായ കാഴ്ചപ്പാടുകൾ, അത് പറയാൻ, അതിനുള്ള അറിവ്, അത് പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പം താങ്കളുടെ സിനിമകൾ കാണുമ്പോൾ പവർഫുള്ളായിട്ടുള്ള വിമൻ ക്യാരക്ടേഴ്സ് കാണാൻ പറ്റുന്നത്. ഇപ്പം സൗദി വെള്ളയ്ക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കതറിയാം, അങ്ങനെ പറ്റുന്ന ഒരാളാണ്. അപ്പം എംപവേർഡായ വിമനെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം, എംപവേർഡായ വിമനെ വളർത്താനായിട്ട് പഠിപ്പിച്ചു, പക്ഷെ പല സ്ഥലങ്ങളിലും ആ വിമനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൺകുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വലിയൊരു പക്ഷം ഇപ്പുറത്ത് പറയാറുണ്ട്, പവർഫുള്ളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ പറയുന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വിമനോട് പുരുഷന്മാർക്ക് ഒരു ആരാധന, ഒരിഷ്ടം? അതെന്തുകൊണ്ടായിരിക്കും? എൻ്റെ വൈഫ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള, സ്വന്തമായിട്ട് ഒരു ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അവൾക്ക് വളരെ ഒരു ഓർമ്മ വെക്കുന്ന ആ കാലത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു ഫാമിലി വളർന്നു വന്നത്, എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയുടെയും വളരെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം ഇവർ അത് കടന്നു വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ അവൾ സെൽഫ് ലേൺഡാണ്. ലൈഫിലുണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസിൽ നിന്നും അമ്മയും 2 പെൺമക്കളും ഒക്കെ ഒറ്റയ്ക്ക് നേടി വന്ന ആളുകളാണ്. അപ്പം അത് ഞാൻ അവളെ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് അവളുടെ ഭംഗിയോ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവളൊരു സ്വന്തമായിട്ട് സെൽഫ് ഏൺ ചെയ്ത് വന്നൊരു പെൺകുട്ടി എന്ന് പറയുന്നൊരു റെസ്പെക്റ്റ് എനിക്ക് അവളോടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അവളുടെ പറയും, ഞാൻ നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് നീ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന അപ്പം നീ അത് അങ്ങനെ എന്തെങ്കിലും ജോലികളിലേക്ക് നീ തീരുമാനിക്കാൻ പറ്റും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്നെ നോട്ടം നോക്കും, ഇപ്പം നോക്കിയ പോലെ. അപ്പം പക്ഷേ എനിക്കത് ഭയങ്കര റെസ്പെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എല്ലാവരും ചിലപ്പോൾ ഒരുപക്ഷെ സൗദി വെള്ളക്കേളത്ത് ആ ഉമ്മയായിരിക്കും ഞാൻ എഴുതിയിരിക്കുന്ന ഏറ്റവും സ്ട്രോങ് ലേഡി എന്നെല്ലാം പറയുമായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ലേഡി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവയിലെ അൽഫോൺസ് എന്ന മമിത ബൈജു ചെയ്ത ക്യാരക്ടറാണ്. പക്ഷെ അതെല്ലാവരും അതൊരു തേപ്പ് എന്ന് പറഞ്ഞ അണ്ടർലൈനിൽ അതിനെ അങ്ങനെ കാണാനാണ് ആ സിനിമയിൽ എല്ലാവരും അതിനെ. പക്ഷേ ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അയർലൻഡിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രണയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിനെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ സെൽഫ് ഏൺ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന പെൺകുട്ടീനെ. പക്ഷേ നമ്മുടെ ഓഡിയൻസ് അങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ചത്. എനിക്കിഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ജാവയിലെ ധന്യ വിനായകൻ്റെ വൈഫായിട്ട് ചെയ്ത ക്യാരക്ടർ. അത് ആ സിനിമയിൽ എല്ലാവരും വിമർശിച്ചൊരു കാര്യമുണ്ട്, ആ കുട്ടീനെ കൊണ്ടൊരു ഡയലോഗുകൾ പോലും പറയിച്ചില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിർത്തി. പക്ഷെ ഞാൻ പറയുന്നത് അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൗനമാണ്. അത് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ബബ്ബ എന്ന് കരേണ്ട കാര്യമൊന്നുമില്ല. അത് ആ പെൺകുട്ടി അവിടെ ഇരിക്കുമ്പം ഞാൻ കൊടുക്കുന്ന നറേറ്റീവ് മൊത്തം നീ ചെയ്തിട്ടില്ല, നിൻ്റെ അല്ല എന്ന്, ആ വീഡിയോ നിൻ്റെ അല്ല എന്ന് നിനക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അറിയാം. അപ്പം നീ അതിനെ ഒരിക്കലും അവിടെ വന്ന് കരയാൻ നിൽക്കരുത്. പോലീസ് ഓഫീസിന് മുന്നിൽ സാറേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയാനേ നിൽക്കരുത്. ബി സ്ട്രോങ്. നിൻ്റെ കൂടെ നിൻ്റെ ഭർത്താവുണ്ട്, അയാൾ സംസാരിച്ചോളൂ നിനക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള റൈറ്റിങ്സുകളുണ്ട്. ഈ പറയുന്ന പോലെ സൗദിയിലും ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളെ ഒരു സിനിമ ചെയ്യുകയാണ്, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല എന്ന് പറയും, പക്ഷെ നമ്മുടെ ചിന്താഗതികൾ നമ്മൾ അറിയുന്ന ഒരാളാണ്. ഇപ്പം മാർക്കറ്റിംഗ് പേർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ആ ഒരാളും കൂടി അതിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം ഇൻഫ്ലുവൻസറിനെ യൂസ് ചെയ്യുന്നുള്ളതാണോ? എനിവൺ. ഒരിക്കലും കാസ്റ്റിങ്ങിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യില്ല.
ഇപ്പം ഇവൻ മോഹൻലാൽ ശോഭന ആണെങ്കിൽ പോലും ശോഭനേനെ കാസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് വട്ടം നമ്മൾ അതൊരു സിനിമയ്ക്ക് നല്ലത് തന്നെയല്ലേ, ആ ക്യാരക്ടർ ശോഭനയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതില്ലേ എന്ന് പറയുന്നൊരു ഡിസ്കഷൻസ് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അപ്പം വെറുതെ ഒരു ഷോ കേസിന് മേലെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു 10 ആൾ കൂടുതൽ വന്ന് കാണാനായിട്ട് സിനിമയിലേക്ക് ഒരിക്കലും കാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സൗദി വെള്ളക്കയിൽ ദേവി വർമ്മേനെ പോലത്തെ ഒരാളെ കാസ്റ്റ് ചെയ്യല. ദേവി വർമ്മേനെ ആർക്കും അറിയില്ല. ദേവി വർമ്മ ഇവിടെ തൃപ്പൂണിത്തുറ ഒരു ഫ്ലാറ്റിൽ 4ാമത്തെ നിലയിൽ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ല, ഒരു പൊതുപ്രവർത്തകയല്ല, പുറത്തു പോലും ഇറങ്ങാറില്ല അവർ. ഞാൻ ഏതൊരു ഫോട്ടോയിൽ നിന്ന് കണ്ടിട്ടാണ് എനിക്ക് ഈ രൂപം വേണമെന്നും പറഞ്ഞു പോയി അവരെ പോയി കാസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇതുവരെയും സിനിമയിൽ നമ്മുടെ ഒരു സൗഹൃദങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഞാൻ അവരോട് ആരും ചെയ്തിട്ടില്ല. ചെയ്താൽ ആ സിനിമ തിരിച്ചടിക്കും. ഇനി സിനിമകളിപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന സിനിമകൾ ഉണ്ട്. നല്ല സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് സിനിമകളും മനുഷ്യനെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ 2025 മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ 17ഓളം കേസുകളിലാണ് സിനിമയുടെ സ്വാധീനം കാരണം എന്ന് പറഞ്ഞത് അതിലാളുകൾ പറഞ്ഞിരിക്കുന്നത് ആ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്, ഈ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇപ്പോൾ പല സിനിമകളും ഇറങ്ങുന്ന സമയത്ത് വയലൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വയലൻസ് സിനിമയിൽ വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം റിയൽ ലൈഫ് ഇൻസിഡൻസും എല്ലാമായിട്ട് ബന്ധപ്പെട്ടും ഉള്ള കാര്യമാണ്. വയലൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ഗ്ലോറിഫൈഡ് ആക്കാതിരിക്കാൻ ഒരു സെൻസർഷിപ്പ് എന്നതിലുപരി ഇതിനെ നമുക്ക് എങ്ങനെ സ്വീകരിക്കണമെന്ന രീതിയിൽ, അതായത് പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു വഴി എപ്പോഴെങ്കിലും തരുൺ മൂർത്തി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ തന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, അങ്ങനെ എന്തെങ്കിലും? സെൻസർ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇതൊക്കെ ചോദിക്കണം, അറിയണമല്ലോ. അല്ല, ഇപ്പം എനിക്ക് ഉണ്ടായൊരു അനുഭവം ഞാൻ പറയും. ഇപ്പം ഓപ്പറേഷൻ ജാവ സെൻസർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അത് എങ്ങനെയാണ് സെൻസർഷിപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് ചെറിയ ചെറിയ തെറി വാക്കുകളും ചെറിയ ചെറിയ ക്രൈമുകളെ പറ്റിയൊക്കെ നമ്മൾ മെൻഷനിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ടുകൾ വരുമെന്ന് പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സെൻസറിന് കയറുന്ന സമയത്ത് ആദ്യം ഇവർ എൻ്റെ അടുക്കെ ചോദിച്ചു, ഇത് കോടതിയിലിരിക്കുന്നൊരു കേസല്ലേ ഈ പ്രേമം സെൻസർ കോപ്പിയിലേക്ക്, അതെങ്ങനെ നിങ്ങൾക്ക് സെൻസർ ബോർഡിൽ നിന്നാണ് ഇത് ലീക്കായതെന്ന് എങ്ങനെ അണ്ടർലൈ ചെയ്ത് ഈ സിനിമയിൽ പറയാൻ പറ്റും? ഇത് കോടതിയിൽ ഇരിക്കുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നവരെ മാം കാണിച്ചിട്ടുള്ളൂ, പിന്നെ അത് കോടതിയിൽ പോകുന്നതോ അതിനെ പറ്റിയുള്ള ചർച്ചകളോ ഒന്നും. സൈബർ സെൽ പോലീസ് ഓഫീസർക്ക് ഇത് അറസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് അവരുടെ കഥ പറയാൻ പറ്റും. അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളും ആ സിനിമ അങ്ങനെയാണ്, ഇതിൻ്റെ അവസാനത്തെ കണ്ണീനെ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് അവർ അണ്ടർസ്റ്റുഡ് ചെയ്തു, അത് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അത് ചെറിയ ചെറിയ തെറി വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് അത് മ്യൂട്ട് ചെയ്തുകൂടെ എന്ന് വേറൊരു മെമ്പർ ചോദിച്ചു. അപ്പം അത് മ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നു. അപ്പം വേറൊരു മെമ്പർ വന്നു, അതിൻ്റെ അത് മാത്യൂസിനെ വീട്ടിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് അവൻ്റെ ലാപ്പിൻ്റെ പാസ്വേഡ് ഒരു ഉഗ്രൻ ഇംഗ്ലീഷ് തെറിയാണ്. അപ്പോൾ അത് മാറ്റണം എന്നൊരാൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സഭ്യമായ ഭാഷയല്ല. അപ്പോൾ ഉടനെ അവിടെ വന്ന സെൻസർ ബോർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ പറഞ്ഞു അത് വെക്കണം എന്ന് പറഞ്ഞു. കാരണം അത് ബാഡ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നൊരു പയ്യൻ്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ഇങ്ങനൊരു വാക്കാണെങ്കിൽ അതൊരു വളരെ ബാഡ് പേരൻറ്റിങ് ആണെന്ന് കാണുന്ന അച്ഛനും അമ്മയും ചിന്തിക്കണം. അതുകൊണ്ട് ആ വാക്ക് അവിടെ നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെയും അവരവിടെ ചിന്തിക്കുക, അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട്. ഞാനങ്ങനെ ബാഡ് പാരൻറ്റിംഗ് ഒന്നും ചിന്തിച്ചിട്ടല്ല അത് ചെയ്തത്. പക്ഷേ അത് കാണാൻ വരുന്ന അച്ഛനും അമ്മയും നാളെ പോയി അവൻ്റെ ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ പാസ്വേഡ് എന്താണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങണം. ഇപ്പം അവിടെ അങ്ങനെ ഒരു വാക്ക് കാണിച്ചാലേ ആ ചിന്ത അവിടെ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നി. അതൊരു സെൻസർ ബോർഡിൻ്റെ വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് തോന്നി. അപ്പം അങ്ങനെയുള്ള ഡിസിഷൻസ് സെൻസർ ബോർഡിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സൗദി വെള്ളമൊക്കെ ചെയ്യുന്ന സമയത്തും അതിലും ഉണ്ടായിരുന്നു ഈ കുറച്ച് ബാഡ് വേർഡ്സ് എന്നൊക്കെ പറയുന്ന. ഞാൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഞാൻ കാണുന്ന സൊസൈറ്റിയുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഞാൻ കാണുന്ന കോടതിയിലും ഞാൻ കാണുന്ന പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്കത് അത്രയേറെ ബിലീവബിൾ ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ ചില വാക്കുകൾ സിനിമയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അന്ന് ചോദിച്ചു, സൗദി വെള്ളമൊക്കെ ഫാമിലി ഏറ്റെടുക്കേണ്ട സിനിമയല്ലേ, അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ അത് മ്യൂട്ട് ചെയ്തുകൂടി എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞത് മ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യും. ഞാൻ ഒരു കാര്യത്തിനോട് ഞാൻ ഭയങ്കര ഉറച്ചു നിന്നു. ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ അകത്ത് ആ സത്താർ എന്ന് പറഞ്ഞ ആളിൻ്റെ അടുക്കൽ ബിനു പപ്പു പോയി ചത്തുകൂടേടാ എന്ന് പറഞ്ഞൊരു ഡാഷ് തെറിവാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതും മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ വാക്കാണ് അയാളെ ആ സിനിമയിൽ നിന്ന് പിന്നീട് ഇല്ലാണ്ടാക്കി കളയുന്നത്. അപ്പോൾ എനിക്ക് ആ വാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയില്ല. അപ്പോൾ സത്താർ എന്ന് പറഞ്ഞ ആൾ ആ സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്തതായിക്കോട്ടെ, അയാൾ നാട് വിട്ടുപോയതായിക്കോട്ടെ, അയാളെ തിരോധാനമായിക്കോട്ടെ, പക്ഷേ ആ വാക്കാണ് അയാൾ ഹോണ്ട് ചെയ്തത്. അയാൾ അത്രയേറെ സ്നേഹിച്ചൊരു ഉമ്മയിൽ നിന്ന് അയാൾക്ക് ഒറ്റപ്പെടേണ്ടി വന്നു. അയാളുടെ ഭാര്യ അയാളെ ഒറ്റപ്പെടുത്തി. പിന്നെ അയാൾ ഏറ്റവും സ്നേഹിക്കുന്ന കൂട്ടുകാരൻ പോയി ചത്തൂടേടാ ഡാഷ് എന്നൊരു വാക്ക് യൂസ് ചെയ്തതോടുകൂടി അയാളുടെ പിടിവള്ളി വിട്ടുപോയി. അപ്പോൾ ആ വാക്ക്, ആ വേർഡ് ആ സിനിമയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരത് അന്ന് സമ്മതിച്ചു. അത് ഈ പറഞ്ഞ നമ്മൾ സിനിമയ്ക്ക് ആവശ്യമുള്ളത് ഗ്ലോറിഫൈ ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യാനുള്ള, ചോദിക്കാനും സംസാരിക്കാനുള്ള അനുവാദങ്ങൾ അവിടെ നടക്കാറുണ്ട്. ബാക്കി എൻ്റെ 2 സിനിമകളുടെ അനുഭവം ഇതാണ്. അതന്നെയല്ലേ ചോദിച്ചത്? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സബ് ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സിനിമയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ, അപ്പോൾ അതിൽ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ പല സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. രഘുനന്ദൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ്സിന് പോലും ഒരു പവറാണ്. ഈ ഒരു സിനിമ കണ്ട് അതിലെല്ലാം കാണിക്കുന്നുണ്ട്, മരണവും എല്ലാം ഉണ്ട് സിനിമ. ഇത് മൊത്തത്തിൽ വെള്ളടി നിർത്തിയ ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ അത് കണ്ടിട്ടോ ഈ സാധനം പിടിക്കണത് ഒരു പവറാണല്ലേ എന്ന് പറഞ്ഞ് ഇത് പിടിച്ചു നിന്ന് ഇത് രഘുനന്ദൻ പിടിക്കണ പോലെ ഇല്ലേന്ന് ചോദിച്ച ഒരു സുഹൃത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ദേവാസുരത്തിൽ അവിടെ ആ കരിക്കലിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇന്നും അത് ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പവർ അതവിടെ വരുന്നുണ്ട്. അപ്പം ഇത്തരം ക്യാരക്ടേഴ്സ് വന്ന് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ പലപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നതല്ല ആളുകൾ എടുക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടില്ല സെൻസർ ബോർഡിലെ ആളവിടെ ഇരിക്കട്ടെ ബാഡ് പേരൻറ്റിങ്ങിൻ്റെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആ ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇത് സമൂഹത്തിലേക്ക് വരുമ്പോൾ വേറെ രീതിയിലാണത് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന സ്കൂള്, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ കൂട്ടുകെട്ടുകൾ, നാട്ടിലുള്ള കൂട്ടുകാർ, ഇതിൽ നിന്നൊക്കെയാണല്ലോ ഒരാളുണ്ടായി വരുന്നത്. അല്ലാണ്ട് അയാൾ ജനിച്ചു എന്ന് പറഞ്ഞ അയാൾ നേരെ സിനിമകൾ കണ്ട് തുടങ്ങുന്നല്ലോ. അയാൾ ഉണ്ടായി വരുന്ന, അയാൾ മോൾഡ് ചെയ്യുന്നത് അയാളെ ചുറ്റുമുള്ള ഒരു സൊസൈറ്റി, സോഷ്യൽ മോറൽ വാല്യൂസൊക്കെയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വളരെ ജനിച്ച സമയം മുതൽ എനിക്ക് എന്താ പറയുക, നമ്മൾ കലയുമായിട്ട് ഭയങ്കരമായിട്ട് അവർ അങ്ങനെ തന്നെ അവൻ വളരണം എന്ന് പറയുന്ന രീതിയിൽ എന്നെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ കഥകളി വളരെ ചെറുപ്പത്തിൽ അഭ്യസിക്കാൻ തുടങ്ങിയ ആളാണ്. ഞാൻ 10-15 വർഷത്തോളം കഥകളി അഭ്യസിച്ച ആളാണ്. അപ്പം പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കൾച്ചറിലേക്ക് ആദ്യം ഇട്ട് തരുന്നത് അച്ഛൻ ആണ്. അപ്പം ഇതൊന്നും ഇല്ലാണ്ടും ഉള്ള കുട്ടികളുണ്ട് ഞാൻ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ വന്നപ്പോൾ എന്നിലേക്ക് കൂടുതൽ ആളുകളുടെ ഇഷ്ടങ്ങൾ വന്നു, ടീച്ചേഴ്സിനുള്ള ഇഷ്ടങ്ങൾ കൂടി, എൻ്റെ സൗഹൃദങ്ങൾ ഒക്കെ. അപ്പം എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വളർന്നെടുത്തനാണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്മപരമായിട്ട് വളർന്നു എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ കൗമാരത്തിൻ്റെ എല്ലാ കുരുത്തക്കേടുകളും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എവിടെ നിർത്തണം അത് അത്രയും മതി, അല്ല ഞാൻ വലിക്കുകയല്ല, ഇല്ല എനിക്ക് വേണ്ടളിയ എന്ന് പറയാവുന്ന, എവിടെ നോ പറയണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അതെൻ്റെ പേരൻറ്റിങ്ങിന് എന്നെ വളർത്തിയതിൻ്റെ ഗുണമാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ എന്നോട് ടീച്ചേഴ്സ് കാണിച്ചിരുന്ന സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഇതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വളർന്ന ഒരാൾക്ക് ഒരു സിനിമ കാണുമ്പോൾ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണ്ട എന്ന്, അത് സിനിമയ്ക്ക് മാത്രം അതിനെ കുറ്റം പറയാൻ പറ്റില്ല. സിനിമയാണ് അതിന് കാരണം എന്ന് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഞാൻ സിനിമ ഇൻഫ്ലുവൻസ് ആകാറുണ്ട്. ഇപ്പം സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കുങ്കുമക്കുറി തൊട്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദിലീപേട്ടൻ്റെ സിനിമകൾ ഒരു സമയത്ത് ഇറങ്ങുന്ന നമ്മൾ ദിലീപേട്ടൻ്റെ മാനറിസംസ് കാണിച്ച് ക്ലാസ്സിൽ ഹ്യൂമറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ഇപ്പോൾ സേതുരാമ സി ബി എനിക്ക് ഓർമ്മയുണ്ട് സേതുരാമ സി ബി ഐ കണ്ടിട്ട് ഞാൻ ആ സമയത്ത് 10ാം ക്ലാസ്സിലോടി ഞാൻ ആ സമയത്ത് കുങ്കുമക്കുറിയും തൊട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. അത് എന്നെ ആ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ലാലേട്ടൻ ബൈക്ക് ഓടിക്കുന്ന പോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ തോള് ചരിഞ്ഞ് പോവാറുണ്ട്. അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറ്. ഇപ്പം ഞാൻ സേതുരാമ സി ബി ഐ കണ്ടിട്ട് മറ്റേ ജഗദീഷേട്ടൻ ചെയ്ത തലക്കടിച്ച് കൊന്നിട്ടല്ലോ, അതല്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. എന്നെ ഇതാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് എന്നെ എൻ്റെ സ്കൂളും എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സൗഹൃദങ്ങളും എൻ്റെ കൂട്ടുകാരും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് ഈ കൗമാരത്തിലുണ്ടാകാവുന്ന എല്ലാ കുരുത്തക്കേടുകളും എല്ലാ വൃത്തികേടുകളും ഒക്കെ ഞങ്ങളുടെ ഇടയിലും ടോക്കുകളിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുമൊക്കെ നമുക്കറിയാം അത് ഇതാടാ, എൻ്റെ വീട്ടിലുണ്ട് അമ്മ, എൻ്റെ വീട്ടിലുണ്ട് പെങ്ങളല്ല, എനിക്കുണ്ട് കസിൻസ് എന്നൊക്കെ പറയുന്ന ഫുൾ സ്റ്റോപ്പുകളും അറിയാം. എന്നാൽ അത് എൻജോയ് ചെയ്യേണ്ട രീതിയിലും നിർത്തിയിട്ടുണ്ട്. എല്ലാം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. തുടരുവിനെ കുറിച്ച് നമ്മളിനി അഭ്യൂഹങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സിനിമ വരികയാണ്, അത് കാണാൻ തയ്യാറായിട്ടിരിക്കും. സിനിമയുടെ വർക്കും കാര്യങ്ങളുമൊക്കെ ഫിനിഷ്ഡ് ആണ് എല്ലാ രീതിയിലും. അതല്ല, ഇനിയിപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആളായി മാറാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ. കാരണം നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്തു കഴിഞ്ഞു. ഇനി ആ പറഞ്ഞ പോലെ ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്ത് ബാക്കി നമ്മൾ മനസ്സിൽ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ തരുൺ മൂർത്തി, ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുവരെ ചെയ്തതിന് അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.